प्रिय बच्चे नमस्ते। सभी खुशी है ना? ओके। पिछले कक्षा में हमने कबीरदास और रहीम की एक एक दोहे के बारे में परिचय किया। वह कैसे लगे? अच्छी है? सभी ने वो दो दोहे का आशय पूरी तरह समझकर पढ़ लिया? ओके। आज इकाई 4 है। इकाई 4 में पहले एक चित्रकथा इस चित्रकथा का नाम है इंद्रधनुष धरती पर ഉത്തര അല്ലേ? ഇന്ദ്രധനുഷ് എന്ന് പറഞ്ഞാൽ മഴവില്ല് റെയിൻബോ, ധർത്തി पर ഉത്തര ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന മഴവില്ല്। ओके। आप लोग किसी मासिकाओं में बाल चित्रकथा पढ़ेगा या सुनेगा അല്ലേ? നിങ്ങൾ ചിത്രകഥ ബാലമാസികകളിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കാം, കേട്ടിട്ടുണ്ടായിരിക്കാം അല്ലേ? ओके। सभी को पसंद है चित्रकथा? ओके। सभी को पसंद है ना? ओके। अब देखिए चित्रकथा इंद्रधनुष धरती पर उतरा അല്ലേ? ഇന്ദ്രധനുഷ് മീൻസ് റെയിൻബോ, മഴവില്ല്. ധർത്തി पर ഉത്തര ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന മഴവില്ല്. ഓക്കെ। पहले इस इंद्रधनुष का एक चित्र है। अब देखिए इस एक पहाड़ दिखते हैं, ഒരു മൗണ്ടൻ കാണപ്പെടുന്നുണ്ട്. पहाड़ के चारों कई पेड़ पौधे है, सागर भी है। ओके। अब देखिए ऊपर बहुत ऊंचाई पर नीले आकाश में एक इंद्रधनुष उड़ता था, उसका नाम था सप्तम। ऊपर मीन्स एबो മുകളിൽ, बहुत ऊंचाई पर വളരെ ഉയരത്തിൽ, നീല ആകാശമേ നീല ആകാശ് ബ്ലൂ സ്കൈ അല്ലേ? ആ നീലാകാശത്തിൽ ഏക ഇന്ദ്രധനുഷ് എത്താത്ത ഒരു ഇന്ദ്രധനുഷ് താമസിച്ചിട്ടുണ്ടായിരുന്നു. ഉസ്ക നാം ത സപ്തം, അതിൻ്റെ പേരായിരുന്നു സപ്തം. സപ്തം മീൻസ് സാത്ത് രംഗവും വാല അല്ലേ? സപ്തം മീൻസ് സാത്ത് അല്ലേ? സാത്ത് രംഗവും വാല, 7 കളേഴ്സുള്ള കളേഴ്സ് ചേർന്നാണ് എന്ത്? സപ്തം അല്ലേ? സപ്തം എന്ന് പറഞ്ഞാൽ സാത്ത് രംഗവും വാല. ओके। अब देखिए चित्रकथा। एक दिन ഇപ്പോൾ നമ്മൾ റൗണ്ട് ചെയ്തിട്ട് കുറച്ച് സെൻറ്റൻസ് ഉണ്ട്. അപ്പോൾ അതിനെങ്ങനെ ഒരു ചെറിയ റൗണ്ട് ആകുമ്പോൾ നമ്മൾ എന്താണത് ചിന്തിക്കുന്നതാണ് അല്ലേ? ചിന്തിക്കുന്നു പറയുന്നത് നമ്മൾ ചിത്രകഥയിൽ നമുക്ക് നമ്മൾ വായിച്ചിട്ടുള്ളതാണ്, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പെഹലെ ഇന്ദ്രധനുഷ് സോച്താ ഹെ, ആദ്യം ഇന്ദ്രധനുഷ് ചിന്തിക്കുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. आकाश में रहते मैं ऊब गया हूँ, क्यों न धरती पर ही चला जाऊं। एक दिन इंद्रधनुष ने सोचा, ഒരു ദിവസം ഇന്ദ്രധനുഷ് ചിന്തിച്ചു. എന്താണ്? ആകാശ് മേ രഹത്തെ ആകാശത്തിൽ ഇരുന്നിട്ട്, മേം ഊബ് ഗയാഹും ഞാൻ എന്ത് ചെയ്തു? മേം ഊബ് മീൻസ് ബോറിംഗ് അല്ലേ? മേം ഊബ് ഗയാഹും ഞാൻ വളരെയധികം ബോറിംഗ് ആണ്, വളരെയധികം എനിക്ക് ബോറടിക്കുന്നു. ക്യോം ന ധർത്തി पर ही, ക്യോം എന്തുകൊണ്ട്, ന ധർത്തി പറഞ്ഞാൽ ഭൂമിയിലേക്ക്, ന पर ही चला जाऊं എന്താണ്? ന ധർത്തി पर चला जाऊं എന്തുകൊണ്ട് എനിക്ക് ഭൂമിയിലേക്കൊന്ന് പോയിക്കൂടാ, ഞാനൊന്ന് ഭൂമിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു അല്ലേ? അപ്പം ഹമാരെ ഇന്ദ്രധനുഷ് ധർത്തി पर ഉതർനെ के लिए चाहा അല്ലേ? നമ്മുടെ ഇന്ദ്രധനുഷ് ഭൂമിയിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുകയാണ്. सप्तम एक सुंदर सी घाटी में उतर आया। दिन भर वह घाटी में घूमता रहा। अंधेरा होने पर वह एक घने पेड़ के पास पहुंचा। ऊपर रहकर इंद्रधनुष ने धरती की ओर देखते समय इंद्रधनुष को यह धरती बहुत सुंदर लगा अല്ലേ? മുകളിൽ നിന്ന് നമ്മുടെ ഇന്ദ്രധനുഷ് ധർത്തി की ओर ഭൂമിയിലേക്ക് देखते समय നോക്കുന്ന സമയത്ത് वो इंद्रधनुष को इंद्रधनुषने वो धरती सुंदर लगा അല്ലേ? നമ്മുടെ ഭൂമി മനോഹരമായി തോന്നി.
इसलिए उसने क्या सोचा, അതുകൊണ്ട് അവൻ എന്ത് ചിന്തിച്ചു, मैं ആകാശ് में रहकर बहुत ऊब गया हूँ അല്ലേ, ഈ ആകാശത്തിലിരുന്ന് താമസിച്ചിട്ട് എനിക്ക് വളരെയധികം ബോറിംഗ് ആണ്. मैं क्यों धरती पर न धरती पर ही चला जाऊँ, എന്തുകൊണ്ട് എനിക്ക് ഭൂമിയിലേക്ക് പോയിക്കൂടാ എന്ന് ചിന്തിച്ചു. इसका अर्थ क्या है, इंद्रधनुष ने धरती पर चलने के लिए सोचा, ഇന്ദ്രധനുഷ് ഭൂമിയിലേക്ക് പോകാൻ ചിന്തിച്ചു അല്ലെ, ചാഹ ആഗ്രഹിച്ചു. സപ്തം ഏക് സുന്ദർ സി ഘാട്ടി മേ ഉത്തറായ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, സപ്തം എന്ത് ചെയ്തു, ഏക് സുന്ദർ സി ഒരു മനോഹരമായിട്ടുള്ള, ഘാട്ടിമേ എന്താ ഘാട്ടി മീൻസ് വാലി താഴ്വാരം അല്ലേ, സുന്ദർ ഘാട്ടിമേ ഉത്തറായ ഒരു പർവ്വതത്തിൻ്റെ ഒരു ചെറിയ കുന്നിൻ്റെ താഴ്വാരത്തിലൂടെ എന്ത് ചെയ്തു, ആകാശത്തു നിന്ന് താഴ്വാരത്തിലേക്ക് ഉത്തർ ആയ അല്ലേ ഇറങ്ങി വന്നു. ദിൻ ഭർ വോ ഘാട്ടി മേ ഘൂംതാ രഹ, ദിൻ ഭർ ആ ഡേ ദിവസം മുഴുവൻ, ആ പകല് മുഴുവൻ, വഹ അവൻ എന്ത് ചെയ്തു, ഘാട്ടിമേം ഘാട്ടി അല്ലേ ആ താഴ്വാരത്തിൽ, ഘൂംതാ രഹ ആ വാലിയിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങി കാഴ്ചകളൊക്കെ കണ്ടു. അന്ധേര ഹോനേപ്പർ, അങ്ങനെ അന്ധേര മീൻസ് ഡാർക്ക്നെസ് ഇരുട്ട്, ഹോനേപ്പർ ആയപ്പോഴേക്കും, വഹ് അവൻ, ഏക് ഘനേ പേടുക്കെ ഒരു ഘനേ പേട് അല്ലേ ഒരു വലിയ ഇടതൂർന്ന മരത്തിൻ്റെ പാസ് പഹൂഞ്ച, പാസ് മീൻസ് നിയർ അരികെ, പഹൂഞ്ച പഹൂഞ്ചന മീൻസ് റീച്ച് അല്ലേ എത്തി അല്ലേ റീച്ചിങ്. അപ്പോൾ പഹലെ സപ്തം ने क्या किया, ആദ്യം സപ്തം എന്താ ചെയ്തത്, സപ്തം ഏക് ഘാട്ടി കെ പാസ്, ഘാട്ടി മേ ഉത്തറായ അല്ലെ ഘാട്ടിയിൽ ഒരു താഴ്വാരത്തിലൂടെ ഇറങ്ങി വന്നു. ദിൻ ഭർ വഹാം ഘൂം ദിയ അല്ലെ ദിവസം മുഴുവൻ അവിടെ, ആ പകൽ മുഴുവൻ അവിടെ ചുറ്റിക്കറങ്ങി. അന്ധേര ഹോനെ പർ വ ഏക് ഘനെ പേട് കെ പാസ് പഹൂഞ്ച, അങ്ങനെ ഇരുട്ടായപ്പോഴേക്കും അവൻ എന്ത് ചെയ്തു, ഒരു വലിയ മരത്തിന് സമീപത്തെത്തി. എന്നിട്ട് ചോദിക്കുകയാണ്, ഡയലോഗ്സ് ആണ്. പെഹലെ സപ്തം ने क्या पूछा, എന്താണ് സപ്തം ചോദിച്ചത്, क्या मैं तुम्हारी टहनियों पर आराम कर सकता हूँ, എന്താ ചോദിച്ചത്, ക്യാ എന്താ, മേ ഞാൻ, തുമാരി ടഹനിയോ മീൻസ് ബ്രാഞ്ചസ്, നിന്റെ ചില്ലകളിലെ അല്ലെങ്കിൽ ശിഖരങ്ങളിലെ എവിടെയെങ്കിലും, ആരാം കർ സക്താഹും, ആരാം മീൻസ് ടു ടേക്ക് റെസ്റ്റ്, എനിക്ക് റെസ്റ്റ് ചെയ്യാൻ സാധിക്കുമോ, എനിക്ക് വിശ്രമിച്ചോട്ടെ. എന്താ ചോദിക്കുന്നത് ക്യാ മേം തുമാരി ടഹനിയോ പർ ആരാം കർ സക്താഹും, എനിക്ക് നിന്റെ ചില്ലകളിൽ വിശ്രമിക്കാൻ സാധിക്കുമോ. അപ്പോൾ എന്താണ് നമ്മുടെ പേട് പറയുന്നത്, തും മേരി ടഹനിയോ പർ നഹി രഹ് സക്തേ, യേ തുമാരേ ലിയേ സഹി ജഗഹ് നഹി, എന്താ പറയുന്നത്, തും നീ, മേരി ടഹനിയോ പർ എൻ്റെ ശിഖരങ്ങളിൽ, നഹീം രഹ് സക്തേ നിനക്ക് താമസിക്കാൻ പറ്റില്ല, യ തുമാരേ ലിയേ സഹി ജഗഹ് നഹീം, യഹ് ഇത് എൻ്റെ ശിഖരങ്ങൾ, തുമാരേ ലിയേ നിനക്ക്, സഹി ജഗഹ് നഹി, ജഗഹ് മീൻസ് പ്ലേസ്, നിനക്ക് ശരിയായിട്ടുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള ശരിയായിട്ടുള്ള ഒരു ജഗഹ് നഹീം സ്ഥലമല്ല, അപ്പം നിനക്ക് സ്റ്റേ ചെയ്യാൻ അല്ലെങ്കിൽ നിനക്ക് താമസിക്കാൻ ശരിയായിട്ടുള്ള ഒരു സ്ഥലമല്ല എൻ്റെ ശിഖരങ്ങളെന്ന് മരം പറയുന്നു. ഓക്കെ, നെക്സ്റ്റ്, ദക്കാഹാര സപ്തം ആകെ ബഡ വോ ഏക് നിർജർ കെ പാസ് പഹൂഞ്ച, അങ്ങനെ ദക്കാഹാര എന്താ, ദക്കന മീൻസ് ടു ടയേർഡ് അല്ലേ, അങ്ങനെ പകൽ മുഴുവൻ താഴ്വാരത്തിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമായിരുന്നു കാഴ്ചകളൊക്കെ കണ്ട്. വൈകുന്നേരം ആയപ്പോഴേക്കും, അന്ധേര ഹോത്തേ സമയം അല്ലേ ഇരുട്ടായപ്പോഴേക്കും, വോ സപ്തം ഏക് പേട് കെ പാസ് പഹൂഞ്ച് കർ പൂച്ച അല്ലേ ഒരു മരത്തിൻ്റെ അടുത്തെത്തി ചോദിച്ചു, മുജെ യഹം ആരാം കർ സക്താഹും, എനിക്കിവിടെ വിശ്രമിക്കാൻ സാധിക്കുമോ ചോദിച്ചു. അപ്പോൾ എന്താ പറയുന്നത്, തേരി ടഹനിയോ പർ നിന്റെ ബ്രാഞ്ചസ് ചില്ലകളിൽ എനിക്ക് വിശ്രമിക്കാൻ പറ്റുമോ ചോദിച്ചു. ഉസ് സമയം പേടിനെ ക്യാ കഹ, ആ സമയത്ത് പേട് എന്താ പറഞ്ഞത്, मेरी टहनियों पर नहीं, तुम्हें मेरी टहनियों पर नहीं रह सकते, ये तुम्हारे लिए सही जगह नहीं है, നിനക്ക് എന്തല്ല ശരിയായ സ്ഥലമല്ല എന്ന് പറഞ്ഞു. ദക്കാഹാര സപ്തമ ആകെപെട, അങ്ങനെ ദക്കാഹാര പകലത്തെ യാത്രയും അല്ലേ കണ്ട യാത്ര മൂലം ദക്ക ടയേർഡായി, ഹാര അതുപോലെ നമ്മുടെ മരത്തിനോട് ചോദിച്ചിട്ട് മരത്തിൽ നിന്ന് എന്ത് ചെയ്തു, ഹാര പിന്മാറിക്കൊണ്ട് മരത്തിൽ നിന്ന്, അവിടെ ഷെൽട്ടർ കിട്ടിയില്ല, അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു, മരത്തിൽ നിന്ന് പിന്മാറി. സപ്തം ആകെപെട, സപ്തം എന്ത് ചെയ്തു, ആകെപെട മുന്നേറി, വീണ്ടും നടന്നു.
वो एक निर्जर के पास पहुंचा. അങ്ങനെ അവൻ എന്ത് ചെയ്തു? ഏക് നിർജർ കെ പാസ്. നിർജർ മീൻസ് സ്ട്രീം, അരുവി. ഒരു അരുവിയുടെ പാസ് പഹുഞ്ച, അരുവിയിലെത്തി അല്ലേ, നിർജർ അല്ലേ, ഒരു അരുവിയിലെത്തി. എന്താ ചോദിക്കുന്നത് അരുവിയോട്? ആജ് കി രാത് മേ തുമാരെ പാനി മേം സോ ജാവും. എന്താ ചോദിക്കുന്നത്? ആജ് കി രാത് മേ, ടുഡേ നൈറ്റ് അല്ലേ, ഇന്നത്തെ രാത്രിയിൽ, തുമാരെ പാനി മേം, നിന്റെ വെള്ളത്തിൽ, ജലത്തിൽ, മേം സോജാവും, ഞാൻ ഉറങ്ങിക്കോട്ടെ. അപ്പം എന്താണ് പറയുന്നത്? നിർജർ എന്താ പറയുന്നത്? മാഫ് കരോ ബായി, കിസി ജർണയ്ക്ക് പാനി മേ ഇന്ദ്രധനുഷ് കൈസേ രഹ सकता है. മാഫ് കരോ ബായി. എന്താ മാഫ് കരോ ബായി? സോറി ബ്രദർ, കിസി ജർണയ്ക്ക്, ആരെങ്കിലും ജർണയ്ക്ക് പാനിമേ അല്ലേ, ഏതെങ്കിലും ജർണയ്ക്ക് പാനിമേ, ഏതെങ്കിലും അരുവിയുടെ വെള്ളത്തിൽ ഇന്ദ്രധനുഷ് കൈസേ രഹ സക്താ ഹെ, എങ്ങനെയാണ് ഇന്ദ്രധനുഷിനെ താമസിക്കാൻ കഴിയുക? ഇനി നെക്സ്റ്റ് നമ്മുടെ ഇനി എവിടെ എത്തി നമ്മുടെ ഇന്ദ്രധനുഷ്? അപ്പോൾ ഉസ്മേ ബി ആരാം കർണേക്കെ ലിയേ निर्जर में भी आराम करने के लिए जगह न मिला. किसको? या इंद्रधनुष को. ओके, അപ്പോൾ നമ്മൾ इंद्रधनुषने पहले पेड़ के पास पहुंचा अरे पेड़िൻ്റെ അടുത്തേക്ക് എത്തി. वहाँ भी पेड़ पर भी उसको आराम करने का जगह नहीं दिया അല്ലേ, വിശ്രമിക്കാനുള്ള സ്ഥലം നൽകിയില്ല. उसके बाद निर्जर के पास गई लेकिन वहाँ भी न जगह मिला അല്ലേ, അവിടെയും സ്ഥലം കിട്ടിയില്ല. സപ്തം ഏക് ലഡ്കെ പാസ് ഗയ. ഇനി അവസാന സപ്തം എന്ത് ചെയ്തു? ഏക് ലഡ്കെ പാസ്, ഒരു ആൺകുട്ടിയുടെ അടുത്തേക്ക് പോയി. ക്യാ मैं तुम्हारे घर में आराम कर सकता हूँ. എന്താ? മേം, ഞാൻ, തുമാരെ ഗർമേ, നിന്റെ വീട്ടിൽ, ആരാം കർ സക്താ ഹും, എനിക്ക് വിശ്രമിക്കാൻ പറ്റുമോ? അപ്പം എന്താണ് ആ ബോയ് പറയുന്നത്? ലഡ്ക എന്താ പറയുന്നത്? ക്യോം നഹീം, എന്തുകൊണ്ടില്ല? വൈ നോട്ട്? തും ജരൂർ യഹാം ആരാം കർ സക്തേ ഹോ. തും, നീ, ജരൂർ, തീർച്ചയായിട്ടും, യഹാം ആരാം കർ സക്തേ ഹോ, ഇവിടെ റെസ്റ്റ് ചെയ്തോളൂ. അബ് തോ, ഇപ്പോഴാണെങ്കിൽ, മേര അപ്ന ഇന്ദ്രധനുഷ് ഹോഗ, അങ്ങനെയാണെങ്കിൽ നീ എൻ്റെ വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ, അബുത്തോ, അങ്ങനെയാണെങ്കിൽ, മേര അപ്പന, എനിക്ക് എൻ്റെ സ്വന്തം ഇന്ദ്രധനുഷ് ഹോഗ, എനിക്ക് എൻ്റെ സ്വന്തമായിട്ട് എനിക്കൊരു ഇന്ദ്രധനുഷ് ഉണ്ടാവുമല്ലോ, എൻ്റെ വീട്ടിൽ എനിക്ക് കൂട്ടായിട്ടൊരു ഇന്ദ്രധനുഷ് ഉണ്ടാവുമല്ലോ എന്ന് നമ്മുടെ ലഡ്ക പറയുകയാണ് ഇന്ദ്രധനുഷിനോട് കേട്ടോ. ഓക്കെ, झोंपड़ी के अंधकार में सप्तम के सुंदर रंग दिखाई नहीं दे रहे थे, वो उदास हो गया. അങ്ങനെ ജോംപടി കെ അന്ധകാർമേ, ആ ജോംപടി മീൻസ് കുടിൽ, ആ കുടിലിൻ്റെ അന്ധകാർമേ, ആ ഇരുട്ടില്, സപ്തം കെ സുന്ദർ രംഗ്, ആ സപ്തം അല്ലേ, ആ സപ്തമത്തിൻ്റെ 7 കളേഴ്സ്, മനോഹരമായിട്ടുള്ള 7 കളേഴ്സുകളും, ദിഖായി നഹീ ദേ രഹേ തേ, കാണാൻ കഴിഞ്ഞിരുന്നില്ല. ഓ ഉദാസ് ഹോ ഗയ, അവനെന്ത് തോന്നി? ഉദാസ് ഹോ ഗയ, തൻ്റെ മനോഹരമായ നിറം അവിടെ കാണാനില്ല ഇരുട്ടിൽ. അങ്ങനെ വ ഉദാസ് ഹോ ഗയ, അവൻ വളരെയധികം സാഡായി. തും അപ്പനെ ആകാശ് സേ ഭാഗ് ക്യോം ആയേ. ഉസ് സമയം വ ലഡ്കനെ ഇന്ദ്രധനുഷ് സേ പൂച്ച, ഇന്ദ്രധനുഷിനോട് ആ ബോയ് ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? തും അപ്പനെ ആകാശ് സേ, നീ അപ്പനെ ആകാശ് സേ, നിന്റെ ആകാശത്തു നിന്ന്, ഭാഗ് ക്യോമായി, ഭാഗ്ന മീൻസ് റണ്ണിങ്, ഓടിയിട്ട്, ക്യോം ആയി, നീ എന്തിനാണ് ഓടി വന്നത്? അപ്പം എന്താ ഇന്ദ്രധനുഷ് പറയുന്നത്? യഹാം കെ പേട് പൗധേ, നദിയാം, പഹാഡ് और फल फूल आकाश से कितने सुंदर दिखाई देते हैं. എന്തുകൊണ്ടാണ് വരാൻ കാരണം? യഹാം കെ പേട് പൗധേ, ഈസ് ധർത്തി കെ പേട് പൗധേ, ഈ ഭൂമിയിലെ മരങ്ങളും ചെടികളും, പേട് മീൻസ് ട്രീ, പൗധേ പ്ലാന്റ്സ്, നദിയാം അല്ലേ, ഓഷ്യൻസ് അല്ലേ, റിവേഴ്സ് അല്ലേ, നദിയാം റിവേഴ്സ്, പഹാഡ് അല്ലേ, മൗണ്ടെയിൻസ്, ഔർ ഫൽ ഫൂൽ, ഫൽ മീൻസ് ഫ്രൂട്ട്സ്, ഫൂൽ ഫ്ലവേഴ്സ്, ആകാശ് സേ, ആകാശത്ത് നിന്ന് നോക്കുമ്പോൾ, കിത്തനെ സുന്ദർ ദിഖായി ദേത്തെ ഹേ, എത്ര മനോഹരമായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇന്ദ്രധനുഷ് യഹാം ഇസ് ധർത്തി पर उतरने का कारण क्या है? इंद्रधनुष आकाश में रहते समय, इस धरती की ओर देखते समय, ഇന്ദ്രധനുഷ് ആകാശത്തിൽ ഇരിക്കുന്ന സമയത്ത്, ഈ ഭൂമിയിലേക്ക് നോക്കുന്ന സമയത്ത്, യഹാം കെ പേട് പൗധേ, ഇവിടുത്തെ മരങ്ങളും ചെടികളും അല്ലേ, പേട് പൗധേ മീൻസ് ട്രീസ് ആൻഡ് പ്ലാന്റ്സ്, നദിയാം റിവേഴ്സ്,
पहाड़ मीन्स माउंटेन्स और फल फूल फ्रूट्स एंड फ्लवर्स आकाश से कितने सुंदर दिखाई देते हैं ആകാശത്ത് നിന്ന് വളരെയധികം മനോഹരമായിട്ട് കണ്ടിരുന്നു അല്ലേ അപ്പോൾ यहाँ के पेड़ पौधे या नदियाँ पहाड़ या फूल फल आदि बहुत सुंदर लगते हैं इसलिए हमारे इंद्रधनुष ने इस धरती पर उतर आई ओके अगली सुबह नेक्स्ट मॉर्निंग अपने घर में मुझे रहने दिया बहुत शुक्रिया अब मुझे वापस जाना है എന്താ ഇന്ദ്രധനുഷ് പറയുന്നത് उस रात के उपरांत अगले दिन सुबह होते समय इंद्रधनुष ने क्या बोला എന്താ പറഞ്ഞത് ബോയിനോട് उस लड़के को ആ ആൺകുട്ടിയോട് എന്താ പറയുന്നത് अपने घर में मुझे रहने दिया अपने घर में നിന്റെ സ്വന്തം വീട്ടിൽ मुझे रहने दिया എനിക്ക് നീ എന്ത് ചെയ്തു എനിക്ക് എന്നെ താമസിക്കാൻ നീ അനുവദിച്ചു बहुत शुक्रिया വളരെയധികം നന്ദി शुक्रिया मीन्स താങ്ക്സ് अब मुझे वापस जाना है अब now मुझे എനിക്ക് വാപ്പസ് ജാനാ ഹേ എനിക്ക് തിരിച്ച് പോകേണ്ടതുണ്ട് ഓക്കെ अब मुझे वापस जाना है എനിക്കിപ്പോൾ തിരിച്ചു പോകണം ലഡ്കേനെ ഉസേ വിദാ ദി ലഡ്കേനെ അങ്ങനെ പോയി എന്ത് ചെയ്തു ഉസേ വിദാ ദി അവനെ വിദ മീൻസ് യാത്ര അയച്ചു വർഷാക്കി ബൂന്ദേ ബരസ്നേലേക്ക് വർഷ മീൻസ് റെയിൻ അല്ലേ വർഷാക്കി ബൂന്ദേ റെയിൻ ഡ്രോപ്സ് ബൂന്ദേ മീൻസ് ഡ്രോപ്സ് വർഷാക്കി ബൂന്ദേ റെയിൻ ഡ്രോപ്സ് ബരസ്നേലേക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി വർഷിക്കാൻ തുടങ്ങി पूर्व में सूर्य की किरणें झलकने लगी മോർണിംഗ് ആണല്ലോ അല്ലേ പൂർവ് മീൻസ് കിഴക്ക് നിന്ന് സൂര്യകിരണങ്ങൾ സൂര്യരശ്മികൾ झलकने लगी പ്രകാശിക്കാൻ തുടങ്ങി തിളങ്ങാൻ തുടങ്ങി സാത് രംഗോമാല ഇന്ദ്രധനുഷ് ചമക്കനെ ലഗ അപ്പോൾ നമ്മുടെ സാത് രംഗോമാല ഇന്ദ്രധനുഷ് 7 കളറുള്ള ഇന്ദ്രധനുഷ് ചമക്കനെ ലഗ ഷൈനിങ് അതിന് തിളങ്ങാൻ തുടങ്ങി സപ്തം फिर से अपना घर पहुंच गया था സപ്തം വീണ്ടും തൻ്റെ വീട്ടിലേക്ക് पहुंच गया था എത്തപ്പെട്ടു ओके ओके इसी तरह आज लिए गए इंद्रधनुष धरती पर उतरा नामक इस चित्रकथा बार बार पढ़ना कोई संदेह है तो मुझसे पूछिए उसी तरह इस चित्रकथा की तरह एक दूसरा चित्रकथा तुम स्वयं लिखकर मुझको भेज दिए ओके आज की कक्षा में हम समाप्त किया धन्यवाद।